ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇനി 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇളം ചൂടുള്ള പാലൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഴം മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബദാമും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയത് മാറ്റി വെക്കാം. ഇനി മൂടി വെച്ച മാവ് പൊങ്ങിക്കണമെന്ന് നോക്കാം. മാവ് ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ട്. ഇനി 2ആയിട്ട് ഇത് മുറിച്ചെടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കണം. ഈ പരത്തിയ മാവ് ഒന്ന് 15 മിനിറ്റ് സമയം മൂടി വെക്കുക. ഒന്നിപ്പോൾ ഞാൻ പ്ലേറ്റിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി മൂടി വെക്കാം. ഇതിപ്പോൾ അതാ പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം വേവിച്ചിട്ടുണ്ട്. ഇനി വേവിച്ച ഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് മൈദ കലക്കിയത് ഇതിൻ്റെ ചുറ്റുഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം. ഇനി അടുത്തത് വെക്കുമ്പോൾ രണ്ടും കൂടി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത പത്തിരി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. ഇതിൻ്റെ ഈ ഒരു വശം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം വേവിച്ചെടുക്കാം. ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിൻ്റെ 2 ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.